നമസ്കാരം. ബഹുമാനപ്പെട്ട കോടതി, ഞാനൊരു പബ്ലിക് പ്രോസിക്യൂട്ടർ ആണ്. എടോ പബ്ലിക് പ്രോസിക്യൂട്ടർ. അത് തന്നെ. അയ്യോ, ഡിവോഴ്സ് വാങ്ങാൻ വന്നതായിരിക്കും. പിന്നെ വന്ന് ചീരവിത്ത് വാങ്ങാനത് കൃഷിഭവനല്ലല്ലോ. കോടതിയിൽ തർക്കുത്തരം വേണ്ട, കേസിനെ പറ്റി പറ. ഇത് മണി, എന്റെ കക്ഷി. പുള്ളി ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഭാര്യയോട് ഡിവോഴ്സ് ചോദിക്കുന്നു, പക്ഷെ ഭാര്യ കൊടുക്കുന്നില്ല. ഇന്ന് ഞാൻ പൊരുതിയ ഡിവോഴ്സ് നേടി കൊടുക്കും. യെസ്, എനിക്ക് പറയാനുള്ളത് പേപ്പറിൽ എഴുതിയിട്ടുണ്ട്. നോക്കട്ടെ. എന്റെ കഷം മണക്ക്. അയ്യോ, അത് അങ്ങനെയല്ല, എന്റെ കക്ഷി മണിക്ക്. കക്ഷി മണിക്ക് ഡിവോഴ്സ് വേണം. അവൻ പാവമാണ്. അവൻ അവൾക്ക് ചെങ്കണ്ണ് കൊടുത്തു. അതങ്ങനെയല്ല, അവൻ അവൾക്ക് ചങ്കാണ് കൊടുത്തേ. പക്ഷേ അവൾ ചപ്പാത്തി വരത്തി, അല്ല ചെമ്പരത്തി. അത് മാത്രം ഒരു കൺഫ്യൂഷൻ വന്നു. അപ്പൊ ഒരു താ എക്സ്ട്രാ കയറിയതാ. ബാക്കിയെല്ലാം കറക്റ്റ് ആയതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ ഇനി തന്നോട് സംസാരിക്കുന്നില്ല. മണി പറയൂ, ഇതൊക്കെ സംസാരിച്ചാൽ തീരാവുന്ന ഒരു പ്രശ്നമല്ലേ? ഇത്തരം പക്വതയില്ലാത്ത തീരുമാനങ്ങൾ എടുക്കണോ? ബഹുമാനപ്പെട്ട കോടതി, ഇത് പക്വതയില്ലാത്തൊരു തീരുമാനമല്ല. ഞാൻ ആലോചിച്ചിട്ട് എടുത്താണ്. രണ്ടു മനുഷ്യരല്ലേ? അപ്പൊ രണ്ടു അഭിപ്രായങ്ങൾ ഒരുമിച്ച് ചേരുമ്പോൾ എന്തായാലും പ്രശ്നങ്ങൾ ഉണ്ടാവും. മാത്രമല്ല, കുടുംബമാണ്. നമ്മൾ മെച്ചൂർഡ് ആയിട്ട് വേണം തീരുമാനങ്ങൾ എടുക്കാൻ. ശരിയാണ്. അപ്പൊ അതിലെ ഇമ്മെച്യൂരിറ്റികൾ നമ്മുടെ കുടുംബത്തെയും ജീവിതത്തെയും നല്ല രീതിയിൽ ബാധിക്കും. മണി, താങ്കൾ വളരെ മെച്ചൂർഡാണ്. താങ്ക് യു. നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് നിങ്ങളുടെ ഭാഗത്താണ് പോയിന്റ് എന്നാണ് തോന്നുന്നത്. മണി പറയും, താങ്കൾ ഇങ്ങനെ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനം എടുക്കാൻ കാരണം എന്താ? സാർ, അത് സിമ്പിൾ ആണ്. ഞങ്ങളുടെ രണ്ടുപേരുടെയും പേരെഴുതി ഫ്ലെയിംസ് വെട്ടി നോക്കിയപ്പോൾ അവളെ എനിമിയാ കാണിക്കുന്നത്. അവളെ എനിക്ക് വേണ്ട.